ദൈവനാമത്തിന് മഹത്വമർപ്പിക്കുന്നു. ബൈബിളിലെ പുരാതന ഗ്രന്ഥമായ ഇയ്യോബിൻ്റെ പുസ്തകത്തിലെ ഒരു ചോദ്യമാണ് 14-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം. മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? വ്യത്യസ്ത പ്രായങ്ങളിൽ വ്യത്യസ്ത നിലകളിൽ മനുഷ്യന് മരണം സംഭവിക്കുന്നുണ്ട്. എന്നാൽ ഈ ഭൂമിയിലെ മരണം കൊണ്ട് എല്ലാം തീരുന്നു എന്ന് കരുതുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. മരണത്തോടെ അവസാനിക്കുകയാണ്, അതിനപ്പുറത്തൊന്നുമില്ല എന്ന് കരുതുന്ന, അതനുസരിച്ച് ഇവിടെ ജീവിക്കാൻ അനുവദിക്കുന്ന കാലഘട്ടം, ലഭിക്കുന്ന കാലഘട്ടം മാക്സിമം തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന ലക്ഷ്യത്തോടെ മാത്രം ജീവിച്ച് അവസാനിപ്പിക്കുന്ന നല്ലൊരു പങ്കാളുകൾ. എന്നാൽ മറ്റൊരു കൂട്ടരെ നമുക്കറിയാം, മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട്, പക്ഷേ അതെങ്ങോട്ടാ ആർക്കറിയാം? ആ അവസ്ഥ ഏത് നിലയിലുള്ളതാണ് ഒരു നിശ്ചയവുമില്ല. ചെന്ന് കഴിഞ്ഞാൽ അറിയാം എന്ന് കരുതി എന്ന് ചിന്തിച്ചു പോകുന്ന ഒരു കൂട്ടം ആളുകൾ. എന്നാൽ നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകം ആ ചോദ്യത്തിന് വളരെ വ്യക്തമായ മറുപടി നൽകുന്നുണ്ട്. മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ടെന്നും ആ ജീവിതം എവിടെയായിരിക്കുമെന്നും ഏറ്റവും വ്യക്തമായ മറുപടി നൽകുന്ന ഏക ഗ്രന്ഥമാണ് ദൈവത്തിന്റെ വചനമായ വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത്. ആ വേദപുസ്തകം വിശ്വസിക്കുന്ന ക്രിസ്തീയ വിശ്വാസത്തിന് മാത്രമാണ് മരണത്തിനപ്പുറത്തുള്ള ജീവിതത്തെക്കുറിച്ചുള്ള ഉറപ്പോടെ ജീവിക്കാൻ കഴിയുക എന്നുള്ള പ്രത്യേകതയും. ഇത് വേദപുസ്തകത്തിന്റെ പല ഭാഗങ്ങളിലൂടെ നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. മരണത്തെക്കുറിച്ച് ഇത്രയേറെ ആധികാരികമായി രേഖപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു ഗ്രന്ഥവുമില്ല. നമുക്കറിയാം, വേദപുസ്തകം ആരംഭിക്കുന്നത് തന്നെ മരണത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ഒരു മരണം ഉണ്ടാകും എന്ന യാഥാർത്ഥ്യം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ ആരംഭം കുറിക്കുന്നത്. എന്നാൽ വേദപുസ്തകം അവസാനിപ്പിക്കുമ്പോൾ, വെളിപ്പാട് പുസ്തകത്തിന്റെ ഒടുവിലേക്ക് വരുമ്പോൾ, ഇനി മരണം ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു പുസ്തകം കൂടിയാണ് വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത്. മരണത്തെക്കുറിച്ച് പറഞ്ഞു മരണത്തെക്കുറിച്ച് അവസാനിപ്പിക്കുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള 66 പുസ്തകങ്ങളുടെ പേജുകളിൽ മരണത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ചും മരണത്തിന്റെ കാരണത്തെക്കുറിച്ചും മരണത്തിനപ്പുറത്തുള്ള അനുഭവത്തെക്കുറിച്ചും അതിൽ എവിടെ ചെല്ലണമെന്ന് എങ്ങനെ തീരുമാനിക്കാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ. അതുകൊണ്ട് ഈ പുസ്തകത്തെ കേവലം ഒരു മതഗ്രന്ഥമായിട്ടല്ല, മറിച്ച് ഇത് ദൈവത്തിന്റെ വചനമായി തന്നെ അംഗീകരിക്കുവാൻ കഴിയുന്ന ഒരു പുസ്തകമാണ് എന്നുള്ളത് പ്രാരംഭത്തിൽ ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്തരം സന്ദർഭങ്ങളിലും ഇതുപോലുള്ള ശുശ്രൂഷകൾ നടക്കുമ്പോൾ ഈ പുസ്തകം തുറക്കുന്നത്, ഇതിലെ ഭാഗങ്ങൾ വായിക്കുന്നത്, ഇതിലൂടെയുള്ള ആലോചനകൾ ഓർമ്മിപ്പിക്കുന്നത്. ആ നിലയിൽ മരണത്തിനപ്പുറത്തുള്ള ജീവിതത്തെക്കുറിച്ച് നമ്മുടെ കർത്താവ് തന്നെ വ്യക്തമായി പറഞ്ഞ ചില വാക്കുകൾ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവത്തിലെ ചില വാക്കുകൾ അല്ലെങ്കിൽ ചില വാചകങ്ങൾ പരിമിതമായ സമയം കൊണ്ട് നിങ്ങളുടെ മുൻപാകെ ഒന്ന് ഓർമ്മിപ്പിക്കുവാനാണ് ഞാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നത്. അതിനാധാരം എന്ന് പറയുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായമാണ്. ആ അധ്യായത്തിന്റെ 19 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ ആ ചരിത്ര സംഭവം വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തീയ വിശ്വാസം വെച്ചു പുലർത്തുന്ന ഈ പുസ്തകവുമായി അല്പമെങ്കിലും ബന്ധമുള്ള എല്ലാവർക്കും വളരെ പരിചിതമായ ഒരു വേദഭാഗവും സംഭവവുമാണ്. ഞാൻ ആ സംഭവത്തിന്റെ അല്പം ചില വാക്യങ്ങൾ മാത്രം ഒന്ന് വായിച്ചു കേൾപ്പിക്കുകയാണ്. അതിന്റെ ഒടുവിലത്തെ വാക്യങ്ങൾ മാത്രം. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 29, 30, 31 വാക്യങ്ങൾ മാത്രം ഒന്ന് വായിച്ചു കേൾപ്പിക്കുകയാണ്. അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അതിന് അവൻ, അല്ലല്ല, അബ്രഹാം പിതാവെ, മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് അവരുടെ അടുക്കൽ ചെന്നുവെങ്കിൽ അവർ മാനസാന്തരപ്പെടും എന്ന് പറഞ്ഞു. അവനോട്, അവർ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കാഞ്ഞാൽ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് ചെന്നാലും വിശ്വസിക്കയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 19 മുതലുള്ള വാക്യങ്ങളിലെ സംഭവത്തെ മുഴുവൻ വായിച്ചു കേൾപ്പിക്കേണ്ടതാണ്. സമയത്തിന്റെ ലാഭം കൊണ്ട് അതിന്റെ ഒടുവിലുള്ള നമ്മോടുള്ള ആഹ്വാനം മാത്രമാണ് ഞാൻ ഇന്ന് വായിച്ചു കേൾപ്പിച്ചത്. എന്നാൽ ആ ചരിത്രത്തിലൂടെ ഏതാനും ചില ആശയങ്ങൾ ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ എന്ന ചോദ്യത്തിന്റെ ഉത്തരം
ആ വേദഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 മനുഷ്യരെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരാളുടെ പേര് പറഞ്ഞിട്ടില്ല, ധനവാൻ എന്ന് മാത്രം വിശേഷിപ്പിക്കുമ്പോൾ അടുത്ത വ്യക്തിയെ കുറിച്ച് ലാസർ, ദരിദ്രനായ ഒരു മനുഷ്യൻ എന്നും അവിടെ പറയുന്നുണ്ട്. ഈ 2 വ്യക്തികളും മരിച്ചപ്പോൾ എവിടേക്കാണ് പോയത് എന്ന് ആ ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ ഇങ്ങനെ പറഞ്ഞ് മുൻപോട്ട് പോകുകയാണ്. ആ ദരിദ്രനായിരുന്ന ലാസറിനെ കുറിച്ച് പറയുന്നത്, അവൻ മരിച്ചു, ദൂതന്മാർ വന്ന് അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാനായിരുന്ന മനുഷ്യൻ മരിച്ചപ്പോൾ അവനെ അടക്കി എന്ന് പറയുന്നുണ്ട്. പക്ഷേ അവൻ ചെന്ന സ്ഥലത്തെ കുറിച്ച് പിന്നീട് പറയുന്നത് യാതനാ സ്ഥലം എന്ന, അല്ലെങ്കിൽ അവിടെ മറ്റൊരു വാക്കുകൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, പാതാളം എന്ന പദം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ കിടന്ന് അവൻ പറയുന്ന ഒരു വാക്കുണ്ട്, അവൻ ആശ്വസിക്കുന്നു, ഞാൻ ഇവിടെ വേദന അനുഭവിക്കുന്നു. ആ വാക്കുകൾ ചേർത്ത് ഞാൻ ഇങ്ങനെ പറയട്ടെ, ധനവാനായിരുന്ന ആ മനുഷ്യൻ ചെന്ന സ്ഥലത്തെ കുറിച്ച് പറയുന്നത് പാതാളമെന്നോ യാതനാ സ്ഥലമെന്നോ വേദനയുടെ സ്ഥലമെന്നോ ഒക്കെയാ. ബൈബിളിലെ മറ്റു ചില ഭാഗങ്ങളിലൂടെ ഞാൻ ഇങ്ങനെ പറയട്ടെ, ആ വാക്കുകൾ എല്ലാം സൂചിപ്പിക്കുന്നത് ആ ധനവാൻ ചെന്നു ചേർന്ന സ്ഥലം എന്ന് പറയുന്നത് നരകത്തിലേക്കാണ്. അങ്ങനെയാണെങ്കിൽ ആ ദരിദ്രനായിരുന്ന ലാസർ എന്ന പേരിനാൽ വിശേഷിപ്പിക്കപ്പെടുന്ന മനുഷ്യൻ ചെന്നു ചേർന്ന സ്ഥലത്തെ കുറിച്ച് അവിടെ പറയുന്നത് ആശ്വാസത്തിന്റെ സ്ഥലം എന്ന, അല്ലെങ്കിൽ അബ്രഹാമിന്റെ മടി എന്ന. മുൻപോട്ട് വരുമ്പോൾ പുതിയ നിയമത്തിൽ ധന്യനായ പൗലോസ്ലീഹ പറഞ്ഞ വാക്ക് നാം ഇങ്ങനെ ചിന്തിച്ചാൽ ചെന്നു ചേർന്ന സ്ഥലത്തെ കുറിച്ച് നമുക്ക് ഇങ്ങനെ പറയാം, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ. അവൻ ചെന്ന സ്ഥലത്തെ കുറിച്ച് ബൈബിള് പറയുന്നു, അവൻ ക്രിസ്തുവിനോട് കൂടെ. ആ വാക്കുകളെല്ലാം പറയുന്നത് അവൻ ചെന്ന സ്ഥലത്തെ സ്വർഗം എന്ന വാക്കുകൊണ്ട് വിശേഷിപ്പിക്കാമെന്നാണ്. ഇവിടെ ഈ സംഭവത്തിലെ 2 വ്യക്തികളെ ലോകത്തിലെ സകല മനുഷ്യരുടെയും പ്രാതിനിധ്യ സ്വഭാവത്തോടെ അവിടെ വിശദീകരിക്കുമ്പോൾ പുരാതനമായ ചോദ്യത്തിന്റെ ഉത്തരം അവിടെ നൽകുകയാ. മനുഷ്യൻ മരിച്ചാൽ പിന്നെ എവിടേക്ക് പോകുന്നു? ജീവിക്കുമോ? മനുഷ്യൻ മരണം കൊണ്ട് അവസാനിക്കുന്നില്ല. മരണത്തിനപ്പുറത്തേക്ക് അവൻ കടന്നു പോകുന്ന 2 സ്ഥാനങ്ങളേ ഉള്ളൂ. ഒന്നുകിൽ സ്വർഗം, അല്ലെങ്കിൽ നരകം. ഇതല്ലാതെ മറ്റൊരു സ്ഥലമില്ല എന്നുള്ളത് ഈ വേദഭാഗം ഓർപ്പിക്കുമ്പോൾ, ഈ വേദഭാഗം നാം വായിക്കുന്നത് നമ്മുടെ കർത്താവ് താൻ തന്നെ തിരുവായി മൊഴിഞ്ഞ് അരുളി ചെയ്ത ചില വാക്യങ്ങളാണ് എന്നുള്ളതാണ്. അതാണ് ആ സംഭവത്തിന്റെ, ആ യാഥാർത്ഥ്യത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ പറയട്ടെ, ഈ പ്രിയ പിതാവ് ദീർഘമായ 98 വർഷങ്ങൾ, 1 നൂറ്റാണ്ടോട് അടുത്ത ധന്യമായ ജീവിതം ഈ ഭൂമിയിൽ ജീവിച്ചു. കഴിഞ്ഞ ദിവസം മരണം വഴി ഇവിടെ നിന്ന് മാറ്റപ്പെട്ടു. ആ 98 വർഷത്തെ ജീവിതം കൊണ്ട് അവസാനിച്ചില്ല ജോർജാൻ. പിന്നെ എന്താ സംഭവിച്ചത്? ഇതിനപ്പുറത്ത് ഈ 98 വർഷത്തെ ഒരുപക്ഷെ നമ്മൾ പറയും നീണ്ട ഒരു കാലയളവ്. പക്ഷേ ആ കാലയളവിനെ ഇതിനപ്പുറത്തുള്ള ജീവിതവുമായി താരതമ്യം ചെയ്യുമ്പോൾ പത്രോസ്ലീഹയുടെ ഭാഷയിൽ പറഞ്ഞാൽ അല്പകാലത്തേക്ക്. ഈ 98 വർഷം എന്ന് പറയുന്നത് അല്പകാലം മാത്രം. എന്തുകൊണ്ട്? ഇനിയും കടന്നുപോയിരിക്കുന്നത് അല്പകാലമല്ല, 1 നൂറ്റാണ്ടല്ല. നമുക്ക് കൃത്യമായി കണക്ക് പറയുവാൻ കഴിയാതെ വണ്ണം ഒരു നിത്യതയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ ധന്യമായ ജീവിതത്തെ ഓർത്ത് നമുക്ക് സ്തോത്രം പറയാനുള്ള വകയുണ്ട്. അത് പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം മരണത്തെക്കുറിച്ചും പുനരുത്ഥാനത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നത്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഈ പ്രിയ പിതാവിന്റെ ജീവിതത്തെ ഓർത്ത് സ്തോത്രം പറയട്ടെ. മരണത്തെ ഓർത്ത് നമുക്ക് പറയാം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയമുണ്ട്. അതുകൊണ്ട് സ്തോത്രം. അത് പറയുവാൻ കഴിയുന്നവരാണ് ഈ പിതാവിന്റെ മക്കൾ, കൊച്ചുമക്കൾ, പ്രിയപ്പെട്ടവരായി ഇവിടെ ഇരിക്കുന്നവർ എന്ന് എനിക്കറിയാം. ഞാൻ ഇങ്ങനെ പറയട്ടെ, മരണത്തിനപ്പുറത്ത് ഒരു ജീവിതമുണ്ട്. 2 സ്ഥലം, ഒന്നുകിൽ സ്വർഗം, അല്ലെങ്കിൽ നരകം. ഇനിയും അവിടെ നിന്ന് 2ാമത്തെ ഒരു ആശയം ഞാൻ വേഗത്തിൽ പറയട്ടെ. ഇവിടുന്ന് അങ്ങോട്ട് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ ചെന്നിടത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്കൊന്ന് പോകണമെന്ന് വിചാരിച്ചാൽ പിന്നീട് എന്തെങ്കിലും വഴിയുണ്ടോ? ഇല്ലെന്നും ഈ വേദഭാഗം ഓർപ്പിക്കുന്നുണ്ട്. യാതനാ സ്ഥലത്ത് ചെന്ന ആ ധനവാനായ മനുഷ്യൻ അവിടെ കിടന്ന് ഇങ്ങനെ അബ്രഹാം പിതാവിനോട് വിളിച്ചു പറയുന്നുണ്ട്, ഞാനിവിടെ വേദന അനുഭവിക്കുകയാ, എനിക്കൊരല്പം തണുപ്പെന്റെ നാവിന് കിട്ടണം. അവന്റെ വിരലെന്ന് വെള്ളത്തിൽ മുക്കി എന്റെ നാവിലൊന്ന് തൊടുവിക്കുക, ഇങ്ങോട്ടൊന്ന് പറഞ്ഞയക്കാമോ? ആ ചോദ്യത്തിന്റെ മറുപടിയായി അവിടെ ഇങ്ങനെയാ പറയുന്നത്, നമുക്ക് തമ്മിൽ വലിയൊരു വിടവുണ്ട്.
വലിയൊരു പിളർപ്പുണ്ട്. ഇനിയും ഇവിടെ നിന്ന് അവിടേക്കോ അവിടെ നിന്ന് ഇവിടേക്കോ വരുവാൻ ഒരു രക്ഷയുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, മരണം കൊണ്ട് ഇവിടെ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ ചെല്ലേണ്ടിടത്ത് ചെന്നു കഴിഞ്ഞു. അവിടെ നിന്ന് പിന്നെ ഒരു ട്രാൻസ്ഫറിന് ഒരു മാർഗവുമില്ല, ഒരു മതകർമ്മവുമില്ല, ഒരു ആചാരവുമില്ല, ഒരു വിശ്വാസ പ്രമാണവുമില്ല. എവിടേക്ക് പോയോ അത് നിത്യമായി പ്രവേശിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ വിശുദ്ധ വേദപുസ്തകം എന്ന ദൈവത്തിന്റെ വചനം പറയുന്നത്. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, സ്വർഗം അല്ലെങ്കിൽ നരകം, അതിൽ നരകത്തിൽ ചെന്ന ഈ ധനവാനായ മനുഷ്യന് സ്വർഗത്തിലേക്ക് പോകാനോ അവിടെ നിന്നൊരുവൻ ഇങ്ങോട്ട് വന്നൊന്ന് ആശ്വസിപ്പിക്കാനോ ഒരവസരവുമില്ല. അതിന്റെ ഇടയ്ക്കൊരു സ്ഥലമില്ല. ഞാൻ ചില വാക്കുകളൊക്കെ എന്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഇടയ്ക്ക് ചില സ്ഥലങ്ങളെ കുറിച്ചൊക്കെ ചിലരൊക്കെ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഞാൻ അതൊന്നും എടുത്തു പറയുന്നില്ല. ഇങ്ങനെ മാത്രം പറയട്ടെ, ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം, ഇടയ്ക്കൊരു സ്ഥലമില്ല. ചെല്ലേണ്ടിടത്ത് ചെന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് അപ്പുറത്തേക്ക് ഒരു യാത്രയ്ക്ക്, ഒരു ട്രാൻസ്ഫറിന് ഒരു വഴിയുമില്ല. ഇതാണ് ഈ വിശുദ്ധ വേദപുസ്തകത്തിന് നമ്മെ ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത്. ഇനി മറ്റൊരു ആശയം, മൂന്നാമത്തത് ഞാൻ ഇങ്ങനെ പറയട്ടെ. ദരിദ്രനായിരുന്ന മനുഷ്യൻ ചെന്നത് അബ്രഹാമിന്റെ മടിയില. അവനെ കുറിച്ച് അവിടെ പറയുന്നത് ഇങ്ങനെയാ: അവൻ ഇവിടെ ആശ്വസിക്കുന്നു, അവൻ അവിടെ തൃപ്തിയാ, അവിടുന്ന് ഇനി എവിടേക്കെങ്കിലും മാറിപ്പോകണമെന്ന് അവൻ ഒരാഗ്രഹവുമില്ല. എന്നാൽ യാതനാസ്ഥലത്ത് കിടക്കുന്ന മനുഷ്യനൊരു ആഗ്രഹമുണ്ട്: എനിക്കിവിടുന്ന് ഒരു മാറ്റം കിട്ടിയാൽ കൊള്ളാം, എനിക്കിവിടുന്ന് ഒരു ട്രാൻസ്ഫർ ലഭിച്ചാൽ കൊള്ളാം. ആ മനുഷ്യൻ പറയുന്ന വേറൊരു വാക്ക് നമ്മളിവിടെ വായിക്കുന്നുണ്ട്: ഇനിയും അതിന് വഴിയില്ലെങ്കിൽ എന്റെ 5 സഹോദരന്മാരെങ്കിലും ഇവിടെ വരാതിരിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഒരളവിൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കും, ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവൻ നല്ല സഹോദര സ്നേഹമുള്ള ഒരു മനുഷ്യനായിരുന്നു. എന്നിട്ടും പോയത് എവിടെയാ? എന്നിട്ടും പോയത് യാതനാ സ്ഥലത്താ. കാരണം എന്താ? പിന്നാലെ സൂചിപ്പിച്ചുക, വേഗത്തിൽ അവസാനിപ്പിക്കാം. പറയട്ടെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് യാതനാ സ്ഥലത്ത് നിന്ന് മാറ്റം ആഗ്രഹിക്കാം. പക്ഷേ ആശ്വാസത്തിന്റെ സ്ഥാനത്ത് ചെല്ലുന്ന ഒരു വ്യക്തിക്ക് പിന്നീട് അവിടുന്ന് ഒരു മാറ്റം ആഗ്രഹിക്കേയില്ല എന്നുള്ളതാണ് ഈ വേദപുസ്തകത്തിന് ഉറപ്പിച്ച് പറയുവാനുള്ള ആത്മീയമായ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഈ ആശ്വാസം എവിടെയാ കിട്ടുന്നത്? 3 വാക്കുകൾ ഇങ്ങനെ പറയട്ടെ. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞു: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഈ ആശ്വാസം എവിടെ കിട്ടും? യേശു ക്രിസ്തുവിന്റെ അരികെ മാത്രം. ഈ ആശ്വാസം എവിടെ കിട്ടും? തൊട്ടടുത്ത് കർത്താവ് പറഞ്ഞു: ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. തെസ്സലോനിക്ക ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവീൻ. എവിടെ കിട്ടും ഈ ആശ്വാസം? വചനത്തിലാണ് കിട്ടുന്നത്. 3, കർത്താവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് കർത്താവ് താൻ ഗംഭീരനാദത്തോടെ, പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ, ദൈവത്തിന്റെ കാഹളത്തോടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന കാര്യം പറഞ്ഞിട്ടാ പറയുന്നത്: ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവീൻ. എവിടെയാണ് ആശ്വാസം? നമ്മുടെ കർത്താവ് മടങ്ങി വരുമെന്നുള്ള പ്രത്യാശ ആശ്വാസം നൽകുന്ന ഒരു വസ്തുതയാ. ഞാൻ അത് അവിടെ നിർത്തി ഇങ്ങനെ പറയട്ടെ: യേശു ക്രിസ്തുവിന്റെ അരികെ ചെന്നാൽ വചനത്തിലൂടെ ക്രിസ്തീയ പ്രത്യാശ നൽകുന്ന ആശ്വാസം, അതാണ് ആശ്വാസത്തിന് ആവശ്യമായത് എന്നുള്ളത് ഇങ്ങനെ പറയുകയാ. ഞാൻ അടുത്തൊരാശയം വേഗത്തിൽ ഇങ്ങനെ പറയട്ടെ: ഈ ലോകത്തിലെ പണമാണ് ഈ ആശ്വാസ സ്ഥലത്തേക്ക് ചെല്ലാനുള്ള മാർഗമെങ്കിൽ ഈ 2 വ്യക്തികളിൽ ആരായിരുന്നു പോകേണ്ടത്? ദരിദ്രൻ ഒരിക്കലും പോകില്ല, മറ്റവൻ പണക്കാരനാ. ഈ ലോകത്തിൽ മരിക്കുന്ന സമയത്ത് ഒരു നല്ല അടക്ക ശുശ്രൂഷ കിട്ടുന്നതാണ് ഈ ആശ്വാസ സ്ഥലത്ത് പോകാനുള്ള സാധ്യതയെങ്കിൽ ഈ ദരിദ്രന് ഒരു അടക്കം പോലും കിട്ടിയില്ല. എന്നാൽ ആ ധനവാൻ അടക്കി എന്ന് പറയുന്നുണ്ട്. അവന് ബന്ധുക്കളുണ്ട്, സ്വാധീനമുണ്ട്, അവന് നല്ലൊരു അടക്ക ശുശ്രൂഷ കിട്ടി. പക്ഷേ പോയത് എങ്ങോട്ടാ? യാതനാ സ്ഥലത്തേക്കാ. ഞാൻ ഒന്നുകൂടെ പറയട്ടെ: മരണത്തിന് ശേഷം ഈ വ്യക്തിയെ ആശ്വാസ സ്ഥലത്ത് കൊണ്ടുപോകുക മതങ്ങളോ സഭകളോ സമുദായങ്ങളോ ചെയ്യുന്ന ആചാരങ്ങളും ശുശ്രൂഷകളും മതിയായതായിരുന്നുവെങ്കിൽ ഈ ധനവാനെ സംബന്ധിച്ച് അതിനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. എന്നിട്ടും കിടക്കുന്നത് എവിടെയാ? യാതനാ സ്ഥലത്താ. ഒരു സത്യം പറയട്ടെ: ഈ ലോകത്തിലെ പണമോ മതമോ മതകർമ്മങ്ങളോ ആചാരങ്ങളോ ഒന്നും നമ്മെ ഈ ആശ്വാസ സ്ഥലത്തെത്തിക്കുന്നില്ല.
പിന്നെ എന്താണെന്നുള്ളത് വേഗത്തിൽ ഇങ്ങനെ പറയട്ടെ. ഈ ചരിത്രം രേഖപ്പെടുത്തി അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഈ ധനവാനായ മനുഷ്യൻ ഇങ്ങനൊന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഈ മനുഷ്യനെ വീണ്ടും ഒന്ന് ആ ദേശത്തേക്ക് അയക്കാമെങ്കിൽ മരിച്ചവരിൽ ഒരുവൻ മടങ്ങി വരുന്നത് കണ്ടെങ്കിലും അവരൊന്ന് മാനസാന്തരപ്പെട്ടേക്കുമെന്ന്. എന്ന് പറഞ്ഞാൽ അവിടെ മരിച്ചവരിൽ നിന്നൊരാൾ ഉയർത്തെഴുന്നേറ്റെന്നുള്ള ഒരു അത്ഭുതം കണ്ടാൽ ഒരുപക്ഷെ അവർക്കൊരു മാനസാന്തരം വന്നേക്കാം. തിരിച്ചെന്താ മറുപടി കൊടുത്തതെന്നറിയാമോ? ഈ വിശ്വാസം ഈ അത്ഭുതം കണ്ട് വിശ്വസിക്കേണ്ടതല്ല. ഈ വിശ്വാസം ഇങ്ങനെയുള്ള അടയാളങ്ങൾ കണ്ടുവരേണ്ടതല്ല. പിന്നെ എങ്ങനെ വരേണ്ടതാ? അതിനവിടെ മോശയും പ്രവാചകന്മാരുമുണ്ട്, അർത്ഥാത് വിശുദ്ധ തിരുവെഴുത്തുണ്ട്. അവിടെ ഇങ്ങനെയാ മറുപടി കൊടുത്തത്. ഈ വേദപുസ്തകം ദൈവവചനം വിശ്വസിക്കുന്നില്ലെങ്കിൽ അത്ഭുതങ്ങൾ കണ്ടതുകൊണ്ട് അവർ വിശ്വസിക്കാൻ പോകുന്നില്ല. ഈ പകൽക്കാലം ഇങ്ങനെ പറയട്ടെ, ഈ വാക്ക് കേൾക്കുന്ന മാന്യ പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിൽ നിന്ന് ആധികാരികമായി തന്നെ ഞാൻ ഇങ്ങനെ ഓർമ്മിപ്പിക്കട്ടെ. കേവലം കർമ്മങ്ങൾ, ആചാരങ്ങൾ, അത്ഭുതങ്ങൾ ഇതൊന്നുമല്ല ഈ വിശ്വാസത്തിന് ആധാരം. പിന്നെ എന്താ? ഈ വേദപുസ്തകം മാത്രമാ, ഈ തിരുവെഴുത്തു മാത്രമാ. മോശയും പ്രവാചകന്മാരും എഴുതിയ ഇതേ ഗ്രന്ഥത്തിലൂടെ അല്ലാതെ ആർക്കും ഈ സത്യം അംഗീകരിക്കാൻ കഴിയത്തില്ല. ഇവിടെ പറഞ്ഞിട്ടുള്ള 2-3 വാക്കുകളിലൂടെ ഒന്ന് ഓർപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം. വായിച്ചു കേൾപ്പിച്ച 29 മുതലുള്ള വാക്യങ്ങളിൽ പറയുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്കവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അതിന് അവൻ, അല്ല അബ്രഹാം പിതാവെ, മരിച്ചവരിൽ ഒരുവൻ എഴുന്നേറ്റവരുടെ അടുക്കൽ ചെന്നുവെങ്കിൽ മാനസാന്തരപ്പെടും. പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറയുക, മരിച്ചവരിൽ ഒരുത്തൻ എഴുന്നേറ്റ് ചെന്നാലും വിശ്വസിക്കയില്ല. വായിച്ച ഭാഗത്തെ 3 വാക്കുകൾ ഞാൻ ഒന്ന് എടുത്തു പറയുക. നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ ആ വാക്കുകൾ ഓർമ്മയിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ്. അവിടെ തുടങ്ങുന്നത് ഇങ്ങനെയാണ്, മോശയും പ്രവാചകന്മാരുമുണ്ട്, അവരുടെ വാക്ക് കേൾക്കട്ടെ. വചനത്തിന്റെ കേൾവി. രണ്ടാമത് അവിടെ പറയുന്ന ഒരു പദം മാനസാന്തരപ്പെടുക എന്നുള്ളതാ. മൂന്നാമത് അവിടെ പറയുന്നത് വിശ്വസിക്കുക എന്നുള്ളതാ. ഈ 3 വാക്കുകളും ആ പശ്ചാത്തലത്തിലൂടെ തന്നെ വിശദീകരിക്കുവാൻ സമയമേറെ വേണം. അതുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കാൻ നിർബന്ധിക്കപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, ആ വേദഭാഗം എന്തു പറഞ്ഞ അവസാനിപ്പിക്കുന്നതെന്നറിയാമോ? ദൈവത്തിന്റെ വചനമുണ്ട്, അത് കേൾക്കുക, മാനസാന്തരപ്പെടുക, ക്രിസ്തുവിൽ വിശ്വസിക്കുക. ഇതല്ലാതെ രക്ഷയ്ക്കൊരു മാർഗമില്ല. ഇതല്ലാതെ മരണത്തിനപ്പുറത്ത് ആശ്വാസത്തിന്റെ സ്ഥലത്തേക്ക് പോകുവാൻ വേറൊരു മാർഗവുമില്ല. അതുകൊണ്ട് എന്താ നമുക്കുള്ള ആഹ്വാനം എന്ന് പറയുന്നത്? ഈ സത്യം ഉൾക്കൊള്ളുവാൻ ഈ പ്രിയ പിതാവിന് സാധിച്ചു എന്നുള്ളതാണ്. ഇന്നിങ്ങനെ ഇവിടെ നിന്ന് ഈ സത്യം വിളിച്ചു പറയുവാൻ കാരണമായ യാഥാർത്ഥ്യം, ഈ സത്യം അംഗീകരിക്കുവാൻ ഈ കുടുംബത്തിൽ അനേകർക്ക് സാധിച്ചു എന്നുള്ളതാണ് അവരുടെ മുഖത്ത് കാണുന്ന ക്രിസ്തീയ പ്രത്യാശയുടെയും ചൈതന്യത്തിന്റെയും കാരണമായിരിക്കുന്നത്. അവർക്ക് ദുഃഖമുണ്ട്, പക്ഷേ നിരാശയില്ല. ഇതിനപ്പുറത്ത് ഈ പിതാവിനെ കാണുവാൻ കഴിയുന്ന ഒരു നിത്യതയിലേക്കാണ് കടന്നുപോയിരിക്കുന്നത്. അത് പ്രിയപ്പെട്ടവര്, ഇവിടെ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാ. മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല നമ്മുടെ ജീവിതം. സ്വർഗത്തിൽ പോണോ നരകത്തിൽ പോണോ നമ്മളാ തീരുമാനിക്കേണ്ടത്. ചെന്നു കഴിഞ്ഞൊരു മാറ്റത്തിന് വഴിയില്ല. ഈ തീരുമാനം എന്തെങ്കിലും ചില കർമ്മങ്ങളിൽ അധിഷ്ഠിതമല്ല. ഈ തീരുമാനം ചില ആചാരങ്ങളിൽ അധിഷ്ഠിതമല്ല. ഈ തീരുമാനത്തിന് ആധാരം തുറക്കപ്പെട്ട വചനം മാത്രമാണ്. ഈ വചനത്തിലെ സത്യം കേട്ട് പാപങ്ങളെ ഉപേക്ഷിച്ച് മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക. ഇതല്ലാതൊരു വഴിയില്ല. നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞ ഒരു വാക്ക് പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പേൻ. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത മാന്യ സഹോദരി സഹോദരന്മാർ, നമുക്ക് കർത്താവ് തന്ന ഈ ധന്യമേറിയ വിശ്വാസത്തിനായിട്ട് സ്തോത്രം. ഈ സത്യ സുവിശേഷത്തെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുവാൻ ഇതുവരെ കഴിയാത്ത ആരെങ്കിലും കുടുംബത്തിലാകട്ടെ, ബന്ധുക്കളാകട്ടെ, ഈ ദേശത്താകട്ടെ ഉണ്ടെങ്കിൽ വളരെ വിനയത്തോടെ പറയട്ടെ, ഇതല്ലാതൊരു വഴി സ്വർഗത്തിൽ പോകാൻ ഇല്ല. യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക. ദൈവം അതിനെല്ലാം പ്രിയപ്പെട്ടവരെയും സഹായിക്കട്ടെ.